need is a blood transfusion from the pack and your reverse aging. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയലിലെ ഒരു ഫയലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് ആയിരുന്നു ഇത്. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തതും അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് ഇത്. ആക്ച്വലി എന്താണ് ഈ അഡ്രിനോക്രോം എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാടധികം പേടിക്കുമ്പോഴോ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴോ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. ഈ അഡ്രിനാലിൻ ആക്ച്വലി ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അഡ്രിനോക്രോം എന്ന് പറഞ്ഞ ഈ ഒരു ഹോർമോൺ കിട്ടുന്നത്. ഈ ഒരു അഡ്രിനോക്രോം എന്ന് പറഞ്ഞ ഹോർമോൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളിലാണ്. ഈ കൊച്ചു കുട്ടികളിൽ നമ്മളൊരു ടോർച്ചറോ ട്രോമയോ അല്ലെങ്കിൽ റേപ്പിനോ സബ്ജക്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ബോഡിയിൽ അഡ്രിനാലിൻ ഡയറക്റ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് അഡ്രിനോക്രോം എന്നൊരു ഹോർമോൺ ഉണ്ടാകും. ഈ അഡ്രിനോക്രോം എന്ന് പറഞ്ഞ ഈ ഒരു ഹോർമോൺ ബ്ലഡിലായിരിക്കും കാണുന്നത്. എന്തിനാണ് ഇവർ ഇത് കൺസ്യൂം ചെയ്യുന്നത്? ആക്ച്വലി ഈ അഡ്രിനോക്രോമിന് പലതരത്തിലുള്ള ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പലയധികം പുരാതനമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നു. ഒരുപാടധികം പുരാതനമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിലും മാത്രമല്ല റിച്വൽസിലൊക്കെ ഈ ഒരു അഡ്രിനോക്രോം കൺസ്യൂം ചെയ്യുന്ന പ്രാക്ടീസ് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഫൗണ്ടർ ഓഫ് യൂത്ത് എന്ന് മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ഒരു അഡ്രിനോക്രോം ഒരുപാടധികം ഇലീറ്റ് ക്ലാസ്സുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ട്സ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ ഒരു റിപ്പോർട്ട് തന്നെയാണ് അടുത്തിടെ ഒരു വളരെയധികം പ്രശസ്തനായ ഒരു ഹോളിവുഡ് നടൻ തന്റെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. പലയധികം വേൾഡിലുള്ള ലീഡേഴ്സും ഹോളിവുഡിലെ ഇൻഡസ്ട്രിയിലുള്ള പലയധികം ആൾക്കാരും ഈ ഒരു അഡ്രിനോക്രോം കൺസ്യൂം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കൊച്ചു കുട്ടികളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ ടോർച്ചറിനും റേപ്പിനും സബ്ജക്ട് ചെയ്തിട്ട് അവരുടെ ബ്ലഡ് കുടിക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാടധികം റിപ്പോർട്ട്സ് പുള്ളി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ പുള്ളി ഒരു കാര്യം പുറത്തുവിട്ടതിന് ശേഷം പുള്ളി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് എപ്സ്റ്റീൻ ഫയൽ എടുക്കുമ്പോൾ തന്നെ അറിയാം 6 വയസ്സും 9 വയസ്സും 12 വയസ്സും ഒക്കെ ഉള്ള പിഞ്ച് കുട്ടികളെയാണ് അതിന്റെ അകത്ത് ടോർച്ചർ ചെയ്തിരിക്കുന്നത്, റേപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കുറ്റങ്ങൾ ചെയ്തിട്ട് പോലും ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപാടധികം ആൾക്കാരുടെ പേരുകൾ പ്രൊട്ടക്ട് ചെയ്ത് ഹിഡൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി എപ്സ്റ്റീൻ ഫയൽ ആരെയാണ് സംരക്ഷിക്കുന്നത്? എപ്സ്റ്റീൻ ഫയലിൽ ഹിഡൻ ആയിട്ടുള്ള പേരുകൾ ആരുടേക്കേതാണ്? എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടോ? മാത്രമല്ല ഈ ഒരു എപ്സ്റ്റീൻ ഫയൽ ആക്ച്വലി പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താത്തത്? ഇതിനെയൊക്കെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യും. സോ ഫോളോ മീ ഫോർ മോർ.